വൺ ബീയിങ് സ്യൂട്ടഡ്, ഒന്ന് ഒരു കാര്യം അനുയോജ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അനുയോജ്യമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയണം വൺ ബീയിങ് സ്യൂട്ടഡ് ഫോർ ദിസ് ജോബ്. ഈ ജോബിന് സ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യം ഇതാണ്, അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഈസ് വൺ ബീയിങ് സ്യൂട്ടഡ് ഫോർ ദിസ് ജോബ്, എന്താണ് ഈ ജോബിന് അനുകൂലമായ കാരണം. അപ്പോൾ വൺ ബീയിങ് ഇതൊന്നും ആരും ഒരിക്കലും ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. വൺ ബീയിങ് സ്യൂട്ടഡ് ഫോർ എന്താണ് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വയ്ക്കുക. നെക്സ്റ്റ് ഇറ്റ് ഇസ് ദെൻ എഗൈൻ, വീണ്ടും, ദെൻ എഗൈൻ, ഈവൻ മോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതിലും കൂടുതൽ, ഈവൻ മോർ ആക്റ്റീവ്, അവൻ കുറച്ചും കൂടി ആക്റ്റീവാണ്, ഈവൻ മോർ അതിലും കൂടുതൽ, ഈവൻ മോർ, എസ്പെഷ്യലി പ്രത്യേകമായി, എസ്പെഷ്യലി പ്രത്യേകമായി, എക്സാക്ട്ലി എലക്ക് തികച്ചും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എക്സാക്ട്ലി എലൈക്ക്, തികച്ചും പൂർണ്ണമായിട്ടും ഒരുപോലെയാണ്, അവിടെയാണ് നമ്മൾ എക്സാക്ട്ലി എലൈക്ക്. അടുത്തൊരു വാക്കാണ് ഹൗ വുഡ് ദ വേൾഡ് ലുക്ക്, എങ്ങനെയായിരിക്കും ലോകം ഇരിക്കും, എങ്ങനെയിരിക്കും ലോകം. ഹൗ വുഡ് ഹി ലുക്ക് ലൈക്ക്, അവ എങ്ങനെയായിരിക്കും. ഹൗ വുഡ് ഷീ ലുക്ക് ലൈക്ക്, അവൾ എങ്ങനെയായിരിക്കും. ഇന്നവേറ്റബിൾ ആസ്പെക്റ്റ് ഓഫ്, ഇന്നവേറ്റബിൾ ആസ്പെക്ട് അനിവാര്യമായിട്ടുള്ള വശം, ആസ്പെക്റ്റ് ഓഫ് ക്രിക്കറ്റ്, ഈ ക്രിക്കറ്റിൻ്റെ അനിവാര്യമായിട്ടുള്ള വശം ഇതാണ്, ഇന്നവേറ്റബിൾ ആസ്പെക്റ്റ് ഓഫ് ക്രിക്കറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാരിയേഷൻ ആൻഡ് ഡിഫറൻസ്, എന്തിനെങ്കിലും കുറിച്ചിട്ട് പറയണം, അതിൽ കുറച്ച് വ്യതിയാനങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് വാരിയേഷൻ ആൻഡ് ഡിഫറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറൻസസ് ഓർ ഡൈവേഴ്സിറ്റി, ഇത് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കൊളോക്കേഷൻസ് ഡിഫറൻസസ് ആൻഡ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ വാരിയേഷൻ ആൻഡ് ഡിഫറൻസ്, ഇത് ഉപയോഗിക്കുക. ഈവൻ മോർ അപ്പീലിംഗ്, ഈവൻ മോർ കൂടുതൽ ആകർഷകമാണ്. അപ്പീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആകർഷകമാണ്. മോർ ആക്യുറേറ്റ്ലി, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ഐ സേ ഇറ്റ് മോർ ആക്യുറേറ്റ്ലി, ദിസ് ഇസ് ദ റീസൺ ഫോർ ദിസ് പർട്ടിക്കുലർ തിങ്, ദ പ്രോമിനൻറ്റ് റീസൺ. അപ്പോൾ ഈവൻ അല്ല, മോർ ആക്യുറേറ്റ്ലി, കൂടുതൽ കൃത്യതയോടെ. നെക്സ്റ്റ് എന്താ പറയുക, ഡാം ബോറിങ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ ക്ലാസ്, ഇറ്റ്സ് എ ഡാം ബോറിങ് ക്ലാസ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫിലിം, ഇറ്റ്സ് എ ഡാം ബോറിങ് ഫിലിം. ഇപ്പോൾ ഡാം എന്ന് പറയുമ്പോൾ DAM അല്ല, DAMN, ഡാം ബോറിങ്. സിമിലർലി, അതായത് അതേപോലെ എന്ന് പറയുന്നപ്പോൾ എടുത്താണ് നമ്മൾ എന്ത് പറയുക, സിമിലർലി. എന്നിപ്പോൾ നമ്മൾ ഓരോ വാചകം കഴിയുമ്പോൾ ഒരു കണക്ഷൻ വാക്ക് വയ്ക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പോഴാണ് ആ ഭാഷ നമുക്ക് വളരുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബോറിങ് റൈറ്റ്, ബോറിങ് റൈറ്റ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാനാണ് അവിടെ റൈറ്റ്. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ആ ഇറ്റ് ഇട്ടിട്ട് ഈസ് ഇറ്റ് ഇട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാലും ഇൻട്രസ്റ്റിംഗ് അല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്, ആ ഒരു അർത്ഥമാണ് വരിക. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓൾ വേൾഡ് വെരി ഇൻ്റലക്ട്, എല്ലാവരും വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു. ഓൾ വേൾഡ് ഇൻ്റലിജൻ്റ് ആയിരുന്നു. അപ്പോൾ ഓൾ കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ ഫോമാണ്. ഓൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, കൂടുതലുള്ളതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുക. ഓക്കെ, ഓൾ വേൾഡ് ആക്റ്റീവ്, എല്ലാവരും ആക്റ്റീവായിരുന്നു. ഓക്കെ, ഇനി വേറൊരു വേർഡാണ് നമുക്ക് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്ന ബയോളജിക്കൽ പോപ്പുലേഷൻ. അങ്ങനെ ഒരു മാറ്റി പറയാം നമുക്ക്. ഓൺലി വൺ ടൈപ്പ്, അതായത് ഓൺലി ഒരേപോലെ മാത്രം, ഓൺലി വൺ ടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, സോ അതിനാൽ, സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ
അതുകൊണ്ട്. സോ ദാറ്റ് ആസ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ അല്ലെങ്കിൽ പോലെ, ഇത് രണ്ടിനും നമുക്ക് ആസ് പറയാവുന്നതാണ്. ഇനി വുഡ് ഫൈൻഡ്, ഹി വുഡ് ഫൈൻഡ് കണ്ടെത്തും. ഹി വുഡ് നോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടെത്താനായില്ല, കണ്ടെത്താൻ കഴിയില്ല. ഇനിയാണ് വുഡ് നോട്ട് ഫൈൻഡ് എന്ന് പറയാം. ഇനി കുഡ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കഴിയും എന്നുള്ള അർത്ഥത്തിനാണ്. വുഡ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തും എന്നാണ്. കുഡ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ കഴിയും. വുഡ് നോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താനായില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല. അതേ കുഡ് നോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ്. പാസ്റ്റിൽ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാം. താങ്ക് യു.